എല്ലാവർക്കും ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രസ്ഡ് സാലഡാണ്. നമ്മൾ ഒത്തിരി സലാഡ്സ് കണ്ടിട്ടുണ്ട്, വെജും നോൺ വെജ് മിക്സും ഫ്രൂട്ട്സും ഒക്കെ. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായൊരു സലാഡാണ് പ്രസ്ഡ് സാലഡ്. എനിക്കറിയാം മലയാളികൾക്ക് ഈ ടൈം വളരെ പുതിയതാണ്, പക്ഷേ ഇതിന് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണെങ്കിലും അത് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് എനിക്കറിയാം. എന്താണ് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഈ സാലഡ് കൂടുതലും നോൺ വെജിറ്റേറിയൻസിനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇറച്ചിയും മീനും മുട്ടയുമൊക്കെ കഴിക്കുന്നവർക്ക് ഒത്തിരി സാച്ചുറേറ്റഡ് ഫാറ്റ് അവരുടെ ബോഡിയിലുണ്ടാകും. അതിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഈ സലാഡ് പ്രസ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഗുണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ടെൻഷൻ കൂടുതലുള്ളവർക്കും അതുപോലെ അത്യാവശ്യം സ്ട്രെസ്സൊക്കെ ഫീൽ ചെയ്യുന്നവർക്കും പിന്നെ വർക്ക് പ്രഷറൊക്കെ ഉള്ളവർക്ക് ഒരു ടെൻഷൻ ഫ്രീ ആക്കാൻ, ഒരു ടെൻഷൻ കുറയ്ക്കാൻ ഈ സലാഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഷോൾഡർ പെയിൻ, ടെൻഡർ പോയിൻറ്റ്സ് ഉള്ളവർക്ക്, അത് ഷോൾഡറിലൊക്കെ ടെൻഡർ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് ഈ സാലഡ് കഴിക്കുകയാണെങ്കിൽ ഒരു ഫ്ലെക്സിബിലിറ്റി, ആ പെയിനിൽ നിന്നൊരു റിലീഫ് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സാലഡ് അല്പം ഫെർമെൻറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്ലി ബാക്ടീരിയ, നമ്മുടെ വയറിൽ ഒത്തിരി നല്ല ബാക്ടീരിയാസ് ഉണ്ടല്ലോ, അതിൻ്റെ ഗ്രോത്തിനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സാലഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനൊന്ന് കംപ്രസ് ചെയ്യും, അല്പം പ്രഷർ കൊടുത്ത് അതിനെ ഒന്ന് അമക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടെക്സ്ചറിന് ഒരു ചേഞ്ച് ഉണ്ടാകും, അത് അതിൻ്റെ ഫ്ലേവർ ഇൻക്രീസ് ചെയ്യും. മറ്റൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ഇങ്ങനെ അമക്കുമ്പം അതിൻ്റെ ഹാർഡ് ഫൈബേഴ്സ് ഒന്ന് ചെറുതാകും. അപ്പോൾ നമ്മുടെ അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാകും. അടുത്ത ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്പം ഫെർമെൻറ്റഡ് ആണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ, അത് ചില എൻസൈംസിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കും. ആ എൻസൈംസ് നമ്മുടെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ സ്വെല്ലിങ്ങും ഇങ്ങനെ നീർക്കെട്ടൊക്കെ ഉള്ളവർക്ക് ഈ സാലഡിന് നമ്മൾ കംപ്രസ് ചെയ്ത് അതിൻ്റെ വെള്ളം കളയുന്നതുകൊണ്ട് അവർക്കൊക്കെ ഇത് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സലാഡാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ്. ഇതെങ്ങനെ ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് നമുക്ക് നോക്കാം. ക്യാബേജ് ഒരു ബൗള് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്, അത് അത്യാവശ്യം ചെറുതായിട്ടരിഞ്ഞത്, പിന്നെ കുക്കുംബർ, വെള്ളരിക്ക അത്യാവശ്യം ചെറുതായിട്ടരിഞ്ഞത് ഒരു ബൗള്, പിന്നെ നമുക്ക് വേണ്ടത് ചുവന്ന ഒനിയനാണ്, ചുവന്ന സവാള ഒരു ബൗള്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അല്പം ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിരുമുക. നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ നമ്മുടെ കൈ കൊണ്ട് തന്നെ കൈ വൃത്തിയായി കഴുകിയതിന് ശേഷം നന്നായി അതിങ്ങനെ കുഴച്ച് നല്ലപോലെ മാഷ് ചെയ്തെടുക്കുക. വേറെ എക്യുപ്മെൻറ്റ്സ് ഒന്നും വേണ്ട, നമ്മുടെ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുമ്പോൾ ഉപ്പ് കൂട്ടി തിരുമുന്നുണ്ട്, അത്യാവശ്യം ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും. അത്യാവശ്യം നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നു, അത്യാവശ്യം നമ്മൾ കുഴച്ചു എന്ന് കാണുമ്പോൾ നമുക്ക് വേറൊരു എന്തെങ്കിലും വെയിറ്റുള്ളൊരു പാത്രം, വെയിറ്റുള്ള എന്തെങ്കിലും ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് തൊട്ട് നമുക്കൊരു 2 മണിക്കൂർ വരെ അത് അങ്ങനെ വെക്കാവുന്നതാണ്. ഇങ്ങനെ ഇവിടെ കൂട്ടി തിരുമ്മിയിട്ട് നല്ലപോലെ ഉപ്പിട്ട് തിരുമ്മിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു വെള്ളക്കുപ്പി, വൈൻ്റെ കുപ്പി വെള്ളം നിറച്ചിട്ട് അതിന് മുകളിൽ ഇങ്ങനെ വെയിറ്റ് വെച്ചേക്കുവാണ്. അതങ്ങനെ നമുക്കൊരു 30 മിനിറ്റ് തൊട്ട് 2 മണിക്കൂർ വെച്ചതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ഇറങ്ങി വരും. നമുക്ക് ആ വെള്ളം ഊറ്റിക്കളയണം. അതിനുശേഷം കൈകൊണ്ടൊന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് സാലഡ് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കഴിക്കാവുന്നതാണ്. വേണമെങ്കിൽ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അല്പം കുരുമുളക് പൊടിയോ എന്തെങ്കിലും നമുക്ക് ടേസ്റ്റിന് ചേർക്കാം. അധികം ഉപ്പിടരുത്, വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ ചിലർക്കൊക്കെ ഈ ക്യാബേജിൻ്റെയും സവോളയുടെയൊക്കെ കുത്തലുണ്ടല്ലോ പച്ചയ്ക്കുള്ളത്, അതുകൊണ്ടായിരിക്കാം പലർക്കും സാലഡ് കഴിക്കാൻ മടിയുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പം ആ വെള്ളത്തിൽ കൂടെ ആ കുത്തിൽ, ആ പഞ്ചൻസിയൊക്കെ പോയി കിട്ടും. അപ്പം നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് അത് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അതുപോലെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാലഡാണ്. വെയിറ്റ് ലോസ് ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇടയ്ക്ക് സ്നാക്സ് കഴിക്കുന്നതിന് പകരം ഈ സാലഡ് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ വെള്ളക്കെട്ടുള്ളവർക്കും നീർക്കെട്ടുള്ളവർക്കും ഒക്കെ ഇത് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്